അസ്സലാമു അലൈക്കും. വഖഫ് വിഷയം ചൂട് പിടിച്ചു കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഇപ്പോൾ അത് ആലോചിച്ച് തീരുമാനിക്കാൻ കമ്മീഷന് വെച്ച സ്ഥിതിയിലാണുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വഖഫ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ ഒരു സ്വത്താണ്. ജനങ്ങൾ പൊതു താല്പര്യത്തിന് വേണ്ടി, അഥവാ മതപരമായിട്ടും അല്ലാതെയൊക്കെയുള്ള എല്ലാ കാര്യത്തിന് വേണ്ടിയിട്ടും ഉപകാരം കിട്ടുന്ന സ്വത്തുകൾ സമർപ്പിക്കുകയാണ്. അതിൻ്റെ ഉടമ പിന്നെ മനുഷ്യരല്ല, മനുഷ്യരിൽ നിന്ന് നീങ്ങി എന്ന് പറഞ്ഞാൽ അത് പിന്നെ വിൽക്കാനോ ക്രയവിക്രയം ചെയ്യാനോ അനന്തരെടുക്കാനോ ഒന്നും ആർക്കും അവകാശമല്ല. മനുഷ്യരായിട്ട് അതിന് ബന്ധമില്ല. പിന്നെന്താണെന്ന് ചോദിച്ചാൽ അത് കൈകാര്യം ചെയ്യണം, കൈകാര്യകർത്താക്കളുണ്ടാവും. അത് ചിലപ്പം വഖഫ് ചെയ്ത ആൾ തന്നെ നിശ്ചയിക്കും ഇന്ന ആൾ കൈകാര്യം ചെയ്യണമെന്ന്. ആ നിശ്ചയിക്കുന്നത് ആ നിശ്ചയപ്രകാരം നടക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. ആ നിലയ്ക്ക് കോളേജ് കമ്മിറ്റിക്ക് കൊടുത്താണ്, ഫറൂഖ് കോളേജ് കമ്മിറ്റിക്ക് കൊടുത്താണ് 407 ഏക്കറും ചില്ലറയും. അത് അന്യാധീനപ്പെടുത്തിയതും അതിൻ്റെ കമ്മിറ്റിക്കാർ തന്നെയാണ് എന്നാണ് മനസ്സിലാവുന്നത്. അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അവർ ചെയ്തത്. വളരെ അക്രമമാണ്. അവർ നല്ല കാര്യത്തിന് വേണ്ടി നല്ല മനുഷ്യന്മാർ നല്ല മനസ്സോടുകൂടെ ചെയ്ത ആ വസ്തു അവർ നശിപ്പിച്ചു. അതോടുകൂടെ അവിടെ കുടിയേറി പാർത്തവരും ഇവരോട് വില കൊടുത്ത് വാങ്ങിയവരും അല്ലാത്തവരുമായ കുറേ ആളുകളുണ്ട്. അവർ നമ്മുടെ നാട്ടിലെ മനുഷ്യരാണ്. പല ജാതിക്കാരും അതിലുണ്ട്. അവരോട് നമ്മൾ ക്രൂരമായി പെരുമാറണം നമ്മൾ പറയുന്നില്ല. അവരോട് മനുഷ്യത്വപരമായിട്ട് പെരുമാറണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ വഖഫായ സ്വത്ത് അവർക്ക് കൊടുത്തുകൊണ്ട് മനുഷ്യത്വം കാണിക്കൽ അത് ശരിയല്ല. അതിന് മനുഷ്യന്മാർ, ഗവൺമെൻറ്റും അതുപോലെ കോളേജ് കമ്മിറ്റിയും രാഷ്ട്രീയക്കാരൊക്കെ ഇടപെട്ടുകൊണ്ട് അവർക്ക് ബദൽ പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. ആരാണ്ട് സ്വത്തെടുത്തിട്ട് നമ്മൾ ഔദാര്യം കാണിക്കുന്നത് ശരിയല്ലല്ലോ. അത് ഔദാര്യമല്ലല്ലോ. ഇത് ആരാണ്ട് സ്വത്താണ്. അള്ളാൻ്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ അതിനൊരു ഉദ്ദേശമുണ്ട്. അത് ഫറൂഖ് കോളേജിൻ്റെ അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം വഖഫാക്കിയതല്ല. അതിനു വേണ്ടി ചിലവാക്കാൻ പാടുള്ളൂ, അല്ലാതെ വിൽക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് കയ്യേറ്റക്കാരിൽ നിന്നൊക്കെ അത് ഒഴിപ്പിച്ചെടുത്തുകൊണ്ട് അവർക്ക് പരിഹാരം മറ്റൊരു സ്ഥലത്ത്, സൗകര്യമായ സ്ഥലത്ത് അവർ ഒരു നിലക്കും വീഴ്ച വരുത്താത്ത നിലയ്ക്ക് തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് രണ്ട് നിലയിലും നീതി പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അത് എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ മതസംഘടനകളും ഇതാരോടും മതത്തോടും വിരോധം ഉണ്ടായിട്ടല്ലല്ലോ പറയുന്നത്. മതത്തിൻ്റെ നിയമമാണ്, വഖഫിൻ്റെ നിയമം അതാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഒരു പാർട്ടാണ്. അതുകൊണ്ട് അതിന് കർശനമായ വിശദമായ നിയമങ്ങളും അതിന് ഇസ്ലാം വെച്ചിട്ടുണ്ട്. ആ നിയമമാണ് പറയുന്നത്. ആ നിലയ്ക്ക് അത് പോയിക്കൂടും. അല്ലാതെ ഒത്തുതീർപ്പുകളുടെ ഒരു വ്യവസ്ഥയൊന്നും അതിലില്ല. വഖഫ് സ്വത്ത് എടുത്തിട്ട് താമസിച്ചവർക്കും റിസോർട്ടുകാർക്കും വീതിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ ശരിയല്ല. അതുകൊണ്ട് സർക്കാർ ഈ നിശ്ചയിച്ചിരിക്കുന്ന കമ്മീഷൻ ന്യായമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യും, അത് കണ്ടെത്തും എന്ന് തന്നെയാണ് വിശ്വാസം. ആ നിലയ്ക്ക് അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.